വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനൽ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം വർഷ ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസിന്റെ 1ാം അധ്യായം നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, മീനിങ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ അർത്ഥവും സവിശേഷതകളും ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് മാനേജ്മെന്റ്? പിന്നെ ഓർഗനൈസേഷൻ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ടുഗദർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് എ കോമൺ ഗോൾ ഓർ ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ എന്താണ് ഒരു കൂട്ടം ആളുകൾ അല്ലെ ഒരു കൂട്ടം എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പം ഓരോ വ്യക്തികളും ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, വിവിധ പ്രവർത്തനങ്ങളാണ് ഏർപ്പെടുന്നത്. അപ്പോൾ ഈ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം, ബിസിനസ്സിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും എന്ത് ചെയ്യണം, ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയും. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ if there is any group of activities there will be an element of management. എവിടെയൊക്കെ ഒരു കൂട്ടം ആളുകൾ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും, മാനേജ്മെന്റിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പം ഓരോ ആളുകളും പല പ്രവൃത്തികൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ അവർ ഓരോരാളാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു മാനേജ്മെന്റ് എന്ന് പറയാം. വീടിനകത്തുള്ള ഹൗസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ പിന്നെ നിങ്ങളൊരു ക്ലാസ്സിൽ നിങ്ങൾ ഒരു സ്റ്റഡി ടൂർ പോകുന്നിരിക്കാം. അപ്പോൾ സ്റ്റഡി ടൂർ പോകുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അല്ല ഏർപ്പാട് ചെയ്യാനുണ്ട്. ഇപ്പോൾ വണ്ടി ഏൽപ്പിക്കണം, നമ്മൾ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കണം, അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കത് സക്സസ് ആയിട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ദർ വിൽ ബി എ മാനേജ്മെന്റ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ എവിടെയൊക്കെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്താ പറയാം, മാനേജ്മെന്റ് ഒരു സാന്നിധ്യം കാണാൻ സാധിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും എന്താണ് മാനേജ്മെന്റ് എസെൻഷ്യൽ ആണെന്ന് പറയാം അല്ല. മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബിഗ് ഓർഗനൈസേഷൻ. ഇപ്പോൾ നമ്മൾ വലിയൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പല രീതിയിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ടാവും. ഈ പ്രവർത്തികളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബിഗ് ഓർഗനൈസേഷൻ, ലാർജ് സ്കെയിൽ ബിസിനസ്. ലാർജ് സ്കെയിൽ ബിസിനസ് നമുക്കറിയാം അതാണ് ഇപ്പം വലിയ വലിയ ഫാക്ടറീസ്, അതുപോലെ തന്നെ വലിയ വലിയ പിന്നെ ബിസിനസ് മോളുകൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നമുക്കറിയാം. അത്തരം സ്ഥാപനങ്ങളൊക്കെ എന്താണ് അവരുടെ എല്ലാ പ്രവൃത്തികളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് മാനേജ്മെന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ ഓൾസോ. ഇപ്പോൾ ചെറിയൊരു സ്ഥാപനം, നമ്മൾ ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും അവിടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ ബിസിനസ്സും ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും അവിടെ മാനേജ്മെന്റ്, അതായത് അവിടെ നമ്മുടെ ആവശ്യമായ ഫണ്ടുകൾ അല്ലെ ഫണ്ട് കൃത്യമായിട്ട് ലഭിക്കണം. അപ്പോൾ അതിനുള്ള ആവശ്യമായ അറേഞ്ച്മെന്റ്സ് നടത്തണം. അതിന് ആവശ്യമായ പ്രോഡക്ട്സ്, റോ മെറ്റീരിയൽസ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെയും ചെറിയ രീതിയിലൊരു മാനേജ്മെന്റ് നടക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ബിഗ് ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് സ്മോൾ ഓർഗനൈസേഷൻ. അപ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയാലും ലാർജ് സ്കെയിൽ ബിസിനസ് ആയാലും സ്മോൾ സ്കെയിൽ ബിസിനസ് ആയാലും മീഡിയം സ്കെയിൽ ബിസിനസ് ആയാലും എന്താണ്, ദർ മസ്റ്റ് ബി എൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ് ഫോർ ദ സക്സസ് ഓഫ് ദാറ്റ് ബിസിനസ്. അപ്പോൾ ഓരോ ബിസിനസ്സിനും എന്താണ് അതിൻ്റെ വിജയത്തിന് ഒരു മാനേജ്മെന്റിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മളിപ്പോൾ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും ബിസിനസ് സ്ഥാപനങ്ങൾ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ ദർ ഈസ് എൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ഓരോ ആളുകളും വിവിധ രീതിയിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടുകയും അതെന്ത് ചെയ്യണം, ബിസിനസിന്റെ പൊതുവായ ലക്ഷ്യത്തിലേക്ക് നീക്കുകയും ചെയ്യണം. അതിനുവേണ്ടി എവിടെയും എന്താണ് മാനേജ്മെന്റ് സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ഇൻ കേസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓൾസോ. ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്ക് ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ, ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ നമുക്ക് സ്കൂൾസ് ആയാലും കോളേജസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അല്ല ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, ഇവിടെയൊക്കെ നമുക്ക് എന്താ ദർ ആർ ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സൺസ് ആർ എൻഗേജിങ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. പല രീതിയിലുള്ള ആളുകൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം, എല്ലാ ആളുകളുടെയും പ്രവൃത്തികളെ എന്ത് ചെയ്യണം
ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അവിടെയും എന്താണ് ഒരു മാനേജ്മെൻറ്റ് സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ഇൻ കേസ് ഓഫ് സർവീസ് എൻ്റർപ്രൈസസ്. ഇപ്പോൾ നമ്മൾ സർവീസ് എൻ്റർപ്രൈസസ് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് സർവീസ് അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, ഇതൊക്കെ നമുക്ക് എന്താണ് സർവീസ് മേഖല. അപ്പോൾ ഈ സർവീസ് മേഖലയിലും അവിടുത്തെ ആളുകളുടെ പ്രവൃത്തികൾ ഏകോപിച്ചുകൊണ്ട് പോകണം അല്ലേ. പല ആളുകളും പല രീതിയിലുള്ള പ്രവൃത്തികളാണ് അവിടെ ഏർപ്പെടുന്നത്. ഇത്തരം പ്രവൃത്തികളൊക്കെ എന്താണ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ ആളുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പോൾ സർവീസ് എന്റർപ്രൈസസ് ആണെങ്കിലും സർവീസ് സ്ഥാപനങ്ങളാണെങ്കിലും കൂടി എന്താണ് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അവിടെയും ദർ ഈസ് എൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് അവിടെയും എന്ത് ചെയ്യാം, ഒരു മാനേജ്മെന്റ് സാന്നിധ്യം കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് ഓൾസോ ദർ ഈസ് എൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. അത് നമ്മൾ അവിടെ വിവിധ റോ മെറ്റീരിയൽസ് സംഘടിപ്പിക്കണം അല്ലെ. ആ റോ മെറ്റീരിയൽസ് കൃത്യമായ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഫൈനൽ ഔട്ട്പുട്ട് മാർക്കറ്റിൽ വിൽക്കണം. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് എന്ത് ആവശ്യമാണ്, മാനേജ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബിഗ് ഓർഗനൈസേഷൻ, സ്മോൾ ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സർവീസ് എന്റർപ്രൈസ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് all types of business organization requires the elements of management. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും നമുക്ക് മാനേജ്മെന്റിന്റെ സാന്നിധ്യം കാണാൻ പറ്റും. അപ്പോൾ എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഇന്റർറിലേറ്റഡ് ഫങ്ഷൻസ് ദാറ്റ് ആർ പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ്. അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ ആക്ടിവിറ്റീസ് അല്ല, വിവിധ ഫങ്ഷനുകൾ, പ്രവൃത്തികളാണ് പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ്. എല്ലാ മാനേജർമാരും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രവൃത്തികൾ. ആ പ്രവൃത്തികളൊക്കെ എല്ലാം ചേർന്ന് നമ്മൾ മാനേജ്മെന്റ് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് മാനേജർ. അപ്പോൾ പർച്ചേസ് മാനേജർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ മാനേജർ, അപ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ. ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും വിവിധ മാനേജർമാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനേജർമാരൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും കൂടിയിട്ടുള്ള ഒരു ഇതിനെ നമ്മൾ എന്താ പറയുന്നത് മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് നോട്ട് എൻ ഐസൊലേഷൻ അല്ല, ഐസൊലേറ്റഡ് വർക്ക്. ഒരു എന്താണ് ഒരു സിംഗിളായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല മാനേജ്മെന്റ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അല്ല, അതായത് ആ ബിസിനസ്സിനകത്തുള്ള അല്ല ഒരു സ്ഥാപനത്തിനകത്തുള്ള എല്ലാ വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ ചേർന്ന് നമുക്ക് പറയാൻ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇത് സീരീസ് ഓഫ് ഇന്റർറിലേറ്റഡ് ഫങ്ഷൻസ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ശ്രേണിയാണ്, ശൃംഖലയാണ് നമുക്ക് പറയാം മാനേജ്മെന്റ് പറയാം. മാനേജ്മെന്റ് എയിംസ് അറ്റ് ഗൈഡിംഗ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് എ കോമൺ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ. ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങൾക്കും എന്താവും ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾ. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം, എല്ലാ ആളുകളുടെയും പ്രവൃത്തികളെ, അധ്വാനത്തെ ആ ഒരു ഇതിനും ലക്ഷ്യത്തിലേക്ക് ഗൈഡ് ചെയ്യാം അല്ലെ. അവരെന്ത് ചെയ്യണം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം നയിക്കുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഓരോ ആളുകളും ചെയ്യുന്ന പ്രവൃത്തികൾ ഡിഫറെന്റ് ആണെങ്കിലും ഈ എല്ലാ ആക്ടിവിറ്റീസും എവിടത്തേക്കാണ് പോകുന്നത്, ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്. ആ സ്ഥാപനത്തിന്റെ പൊതുവായ ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്കാണ് എല്ലാ പ്രവൃത്തികളെയും ഏകോപിപ്പിക്കേണ്ടത് അല്ലെ. എല്ലാ പ്രവൃത്തികളെയും ആ ഒരു ദിശയിലേക്കാണ് നയിക്കേണ്ടത്. അപ്പൊ ആ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയാം മാനേജ്മെന്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ആയിരിക്കാം. ഇപ്പോൾ മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം ഈ വർഷം 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം. 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം. പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക അല്ലെ. അപ്പോൾ അത് ഇത്ര റോ മെറ്റീരിയൽസ് വേണം, അത് ഏതൊക്കെ സമയത്ത് വേണം, അത് കൃത്യമായി അവർ ആക്ടിവിറ്റീസ് ചെയ്യും. അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ അല്ലെ, ഫണ്ട് കണ്ടെത്തണം. അതിന് ചിലവാണ് തുക എവിടെ കണ്ടെത്തുന്നു, എത്ര തുക വേണം, ഇത് എവിടെ നിന്നൊക്കെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ആ രീതിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യും. അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിക്കണം. അപ്പോൾ ഏതൊക്കെ സമയത്ത് എത്ര പ്രൊഡക്റ്റ് ഉൽപ്പാദിക്കണം, അതിന് എന്തൊക്കെ റോ മെറ്റീരിയൽസ്, എത്ര ആളുകൾ വേണം, ഇതൊക്കെ
അവർ ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ലക്ഷ്യത്തിലേക്കാണ് എല്ലാ ആക്ടിവിറ്റീസും നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ നയിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്താ പറയുക മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അവിടെയുള്ള എല്ലാ ആളുകളുടെയും പ്രവൃത്തികളെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A process of getting things done with the aim of achieving goals effectively and efficiently. എന്താണ് മാനേജ്മെന്റ്? ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ്. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പ്രവൃത്തികൾ എന്താണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ മുഴുവൻ പ്രവൃത്തികളും മാനേജേഴ്സ് ആണോ ചെയ്യുന്നത്? അല്ല. ആരാ ചെയ്യുന്നത്? അവിടെയുള്ള എംപ്ലോയീസ് അല്ലേ? അപ്പൊ ഈ എംപ്ലോയീസ് കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ്. മറ്റുള്ളവരിലൂടെ എന്ത് ചെയ്യുക? പ്രവൃത്തികൾ ചെയ്യപ്പെടുക. നമ്മളൊരു ഇപ്പോൾ നമുക്ക് പിക്ചർ ഫുട്ബോൾ ടീമിലെ പിക്ചറാണ് അല്ലെ? ഫുട്ബോൾ ടീമിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും അല്ലെ? ആ ക്യാപ്റ്റൻ എന്താണ് മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുക അല്ലെ? അയാൾ ഒറ്റക്കല്ല കളിക്കുന്നത്, അയാൾ എന്തെങ്കിലും എല്ലാവരെ കൊണ്ടും കളിപ്പിച്ച ആ ഒരു നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് അവിടെ കുറെ പ്ലേയേഴ്സ്, ആ പ്ലേയേഴ്സ് അവിടുത്തെ എംപ്ലോയീസ് ആണ്. ഈ എംപ്ലോയീസിനെ കൊണ്ട് എന്താണ് ഈ വർക്കുകൾ ചെയ്യിച്ചുകൊണ്ട് ബിസിനസിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം. എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി മീൻസ് ഫലപ്രദമായി നമ്മൾ എന്ത് ചെയ്യാം? എഫക്റ്റീവ്ലി മീൻസ് കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ ടൈം. നമുക്കൊരു സമയപരിധി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യമുണ്ട്, ഇന്ന ദിവസം കൊണ്ട് ഇത്ര പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം ഇത്ര പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. നേരത്തെ പറഞ്ഞ നമ്മൾ 1,00,000 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മാസം അത്ര പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം അത്ര പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ആ ലിമിറ്റിനുള്ളിൽ കൃത്യമായി ഉത്പാദിപ്പിക്കുന്നതിന് നമ്മൾ എഫക്റ്റീവ്ലി പറയും. എഫിഷ്യൻലി മീൻസ് എന്താണ്? അതുണ്ടാകുന്ന ചെലവ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ ഉണ്ടാകുന്ന ചെലവ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാം? മാക്സിമം ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കാം. ദാറ്റ് ഈസ് എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും. എഫക്റ്റീവ്നെസ് എന്നാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വിത്തിൻ ദിസ് ടൈം. നമ്മൾ പറയുന്ന സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് എഫക്റ്റീവ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻലി എന്നതാണ് നമ്മളെ വർക്ക് എന്ത് ചെയ്യാം? ഏറ്റവും കുറഞ്ഞ ചെലവ്. അപ്പോൾ ചിലവ് കുറക്കുമ്പോൾ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതുപോലെ എന്താണ്? പ്രൈസ് കോസ്റ്റ് കുറക്കണം അല്ലെ? പ്രൈസ് കുറക്കുമ്പോൾ എന്ത് ചെയ്യണം? കോസ്റ്റ് കുറഞ്ഞു, ചെലവ് കുറഞ്ഞു. അപ്പോൾ ചെലവ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ സമയപരിധിക്കുള്ളിൽ ഉത്പാദനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എഫിഷ്യൻലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് എന്താണ്? ഫലപ്രദമായും കാര്യക്ഷമമായും എന്ത് ചെയ്യാം? ഗോൾ ബിസിനസിന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്താണ് കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്, അത് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ മാനേജ്മെന്റ് പറയും. അതായത് ബിസിനസിന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ പ്രവൃത്തിയുടെ കാര്യങ്ങൾ നേടുക, അതും എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, ഫലപ്രദമായും കാര്യക്ഷമമായും പ്രവർത്തിപ്പിക്കണം. എന്നിട്ട് ബിസിനസ് ലക്ഷ്യത്തിലേക്ക് നേടുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. നെക്സ്റ്റ് ഇവിടെ നോക്കാം, മാനേജ്മെന്റ് ആസ് എ പ്രോസസ്. മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സാണ്. ദിസ് പ്രോസസ് മീൻസ് the primary function or activities that management performs to get things done. മാനേജ്മെന്റ് ഒരു പ്രോസസ്, ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൈമറി ഫംഗ്ഷൻ, അതായത് പ്രാഥമികമായ പ്രവൃത്തികളാണ്, ആക്ടിവിറ്റീസ്, പ്രവൃത്തികൾ എന്താണ്? ദാറ്റ് മാനേജ്മെന്റ് പെർഫോംസ് ടു ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതായത് ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി അല്ലെ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് ചെയ്യുന്ന പ്രാഥമികമായ ആക്ടിവിറ്റീസിനെ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് ചില ആക്ടിവിറ്റീസ്, എല്ലാ മാനേജേഴ്സും ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ പ്ലാനിങ്, നമ്മൾ ആദ്യമേ മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഇപ്പൊ എല്ലാ മാനേജേഴ്സിനും പ്ലാനിങ് ഉണ്ടാവും. പർച്ചേസ് മാനേജർക്ക് പ്ലാനിങ് ഉണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർക്ക് പ്ലാനിങ് ഉണ്ടാവും,
അപ്പോൾ പ്ലാനിങ് എല്ലാ ഓർഗനൈസേഷനും എല്ലാ ലെവൽസ് ഓഫ് മാനേജർ എല്ലാ ലെവലിലുള്ള മാനേജേഴ്സിനും ഉണ്ടാവും പ്ലാനിങ് ഉണ്ടാവും. ദെൻ ഓർഗനൈസിങ് നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യണം. ആർക്കൊക്കെ ഏതൊക്കെ വർക്ക് കൊടുക്കണം, ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യണം. സ്റ്റാഫിംഗ് ആ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. ഓരോ ജോലിക്കും പ്രത്യേകം ആളുകൾ ആവശ്യമുള്ള അല്ലേ. ചില ജോലിക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണ്ടിയും ചിലതിന് അൺസ്കിൽഡ് ആയിരിക്കും, ചിലപ്പോൾ സെമി സ്കിൽഡ് ആയിരിക്കും. അപ്പോൾ ഏതിനും ഓരോ ജോലിക്കും എന്ത് ചെയ്യാം ആവശ്യമായ ആളുകളെ പ്ലേസിംഗ് ഓഫ് റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. ദെൻ ഡയറക്റ്റിംഗ്. അപ്പോൾ സ്റ്റാഫിന് എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫിന് അവർക്ക് ഡയറക്ഷൻസ് നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഗൈഡ് ലൈൻസ് കൊടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരെ ഓരോ ആളുകളും ചെയ്യേണ്ട വർക്കുകൾ എന്താണ്, കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ടായിരിക്കണം. ദെൻ കൺട്രോളിംഗ്. ഈ ഡയറക്ഷൻസ് പ്രകാരമാണോ ഈ ആളുകൾ വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരമാണോ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്, അതൊന്ന് കൺട്രോളിംഗ്. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ അതിനാവശ്യമായ സ്റ്റെപ്സ് എടുക്കണം. അപ്പോൾ ഈ എല്ലാ പ്രോസസ്സും എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാ മാനേജേഴ്സും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്. മാനേജ്മെന്റ് ഒരു പ്രക്രിയയാണ്. എന്താണ്, which includes activities that the managers to get things done. ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി മാനേജേഴ്സ് ചില പ്രവൃത്തികളിലൂടെ കടന്നു പോകുന്നു, ചില പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നു. ആ പ്രക്രിയകൾ നമ്മൾ പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതുകൊണ്ട് നമ്മൾ എല്ലാ മാനേജേഴ്സും ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകാൻ നമുക്ക് കാണാൻ പറ്റും. സോ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്. നെക്സ്റ്റ് എഫക്റ്റീവിറ്റി ആണ്. Effectiveness is concerned with doing with right task, completing activities and achieving goals. അപ്പോൾ നമ്മൾ കൃത്യമായി ഏൽപ്പിച്ച ജോലികൾ അല്ലേ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ജോലികൾ കൃത്യമായി ചെയ്യാം. കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ അച്ചീവിങ് ഗോൾസ്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എഫക്റ്റീവ്ലി എന്നുള്ള ഉദ്ദേശിച്ചത്. ഫലപ്രദമായി, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫലപ്രദമായി ചെയ്യണം. അതായത് അവിടെ നമ്മൾ മെറ്റീരിയൽസ് ഉണ്ടാവും, മെറ്റീരിയൽ ഫലപ്രദമായി ഉപയോഗിക്കണം. ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. ഫിനാൻഷ്യൽ റിസോഴ്സ് അതും എന്താണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വർക്കുകളും എന്ത് ചെയ്യാം, കൃത്യസമയത്ത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ. അങ്ങനെ എല്ലാ പ്രവൃത്തികളും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റീവ്നെസ് ഫലപ്രദമാക്കുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഡൂയിങ് എഫക്റ്റീവ്ലി. അതായത് എഫക്റ്റീവായി ചെയ്യണം. എഫക്റ്റീവായി ചെയ്യാൻ അർത്ഥമേ ഉള്ളൂ, കംപ്ലീറ്റ് ദ വർക്ക്, കംപ്ലീറ്റ് ദ റൈറ്റ് ടാസ്ക് ഇൻ ടൈം ആൻഡ് അച്ചീവ് ദ ഗോൾസ്. അപ്പോൾ നമ്മൾ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മുടെ പ്രവൃത്തികൾ, കൃത്യമായ പ്രവൃത്തികൾ, അതായത് യഥാർത്ഥ നമ്മൾ എന്താണ് ചെയ്യേണ്ട വർക്കുകൾ അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാം. അതിലൂടെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനാണ് എഫക്റ്റീവ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി ആൻഡ് വിത്ത് മിനിമം കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായ വർക്ക് ചെയ്യണം, പക്ഷേ വിത്ത് മിനിമം കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ചെലവ്. മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ബിസിനസിന് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് പറയാം. അപ്പോൾ ആ ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ വേണം വി ഹാവ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ചെലവുകൾ കുറക്കുക എന്നുള്ളതാണ് ലാഭം നേടാനുള്ള ഏറ്റവും എളുപ്പവഴി, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗം എന്നത് എന്താണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ചെലവുകൾ കുറക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എഫിഷ്യൻസി, കാര്യക്ഷമത എന്ന് പറഞ്ഞത് എന്താണ്, ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം വിത്ത് മിനിമം കോസ്റ്റ്, കുറഞ്ഞ ചെലവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ, നമ്മുടെ കോസ്റ്റിനാണ് ഇതെന്താണ് പ്രാധാന്യം, കുറഞ്ഞ ചെലവിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് അതായത് നമ്മൾ എഫിഷ്യൻസിന്റെ കാര്യക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യും, പക്ഷെ എന്താണ് ചിലപ്പോൾ അവിടെ എക്സ്പെൻസ് കൂടും. അപ്പോൾ എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ എന്തല്ല എഫിഷ്യൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എഫിഷ്യൻസി റിലേറ്റഡ് വിത്ത് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ ചിലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എഫിഷ്യൻസി വരുന്നത്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ വർക്ക് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നാണ് എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി റിലേറ്റഡ് വിത്ത് ഡൂയിങ് തിങ്സ് കറക്റ്റ്ലി വിത്ത് മിനിമം കോസ്റ്റ്. കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ എന്താണ് അവിടെ കുറഞ്ഞ ചെലവിൽ ചെയ്യുക എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യണം.
അവിടെ നമ്മൾ എഫിഷ്യൻസി കാര്യക്ഷമത എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻസ് ആയിട്ടും ചെയ്യുന്ന ഒരു ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. അപ്പോൾ മാനേജ്മെന്റ് രണ്ട് വശങ്ങളാണ്, ഒന്ന് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി. അതായത് ഒരു കോയിന്റെ രണ്ട് ഭാഗം അല്ലെ, ഒരു കോയിൻ രണ്ട് ഭാഗം നമ്മളെല്ലാം ഹെഡ് ആൻഡ് ടെയിൽ. അതുപോലെ തന്നെയാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. അപ്പോൾ മാനേജ്മെന്റ് രണ്ട് പ്രവർത്തന മേഖല, രണ്ട് ഭാഗമാണ് നമുക്ക് എന്താ പറയാം. ഒരു മാനേജ്മെന്റ് എന്തായിരിക്കണം, എഫിഷ്യൻസിയും ഉണ്ടായിരിക്കണം, എഫക്റ്റീവ്നെസ്സും ഉണ്ടായിരിക്കണം. ഇത് മാത്രമേ നമ്മൾ ആ മാനേജ്മെന്റ് എന്താണ് കൃത്യമാണെന്ന് പറയാൻ പറ്റില്ല. നല്ല മാനേജ്മെന്റ് ആണ് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ദേ ഹാവ് ദ ക്വാളിറ്റി ഓഫ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. മാനേജ്മെന്റ് ഉണ്ടായിരിക്കേണ്ട രണ്ട് ക്വാളിറ്റീസ് ആണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. അപ്പോൾ മാനേജ്മെന്റ് എല്ലാ പ്രവർത്തികളും എന്തായിരിക്കണം, ഫലപ്രദമായിരിക്കണം, അതുപോലെ കാര്യക്ഷമമായിരിക്കണം. അപ്പോൾ ഫലപ്രദമാവുന്നത് വിത്തിൻ ടൈം ആൻഡ് അച്ചീവ് ദ ഗോൾ. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡൂയിങ് ദ തിങ്സ് വിത്ത് മിനിമം കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റും ആയിരിക്കണം എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. മാനേജ്മെന്റ് രണ്ട് വശങ്ങളാണ്, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. പിന്നെ പറഞ്ഞ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി നീഡ് ടു ബി ബാലൻസ്ഡ്. രണ്ടും ബാലൻസ് ചെയ്യണം, ഈക്വൽ ആയിട്ട് പോകണം അല്ലെ. എഫിഷ്യന്റ് മാത്രമായ പോലെ എഫക്റ്റീവ് ആയാലും മാത്രം പോലെ രണ്ടും ഉണ്ടായിരുന്നു, ഫലപ്രദമായിരുന്നു, കാര്യക്ഷമമായിരുന്നു. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോയാലേ നമുക്ക് എന്താ പറ്റും, നല്ലൊരു മാനേജ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എഫക്റ്റീവ്നെസ് നമ്മളിപ്പോൾ വർക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ നമ്മുടെ എക്സ്പെൻസ് കൂടുന്നു, ചിലവ് കൂടുന്നു. അപ്പോൾ അത് നമുക്ക് എന്താ പറ്റില്ല, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നമ്മൾ മിനിമം കോസ്റ്റിൽ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് പോകണം. അതാണ് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ബാലൻസ് ചെയ്തു, ഈക്വലൈസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ മിനിമം കോസ്റ്റ്, പക്ഷെ നമ്മൾ വർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ വർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്തില്ല നമുക്ക് എന്താ പറ്റില്ല, കൃത്യമായ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റില്ല സാധനങ്ങൾ. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ എഫക്റ്റീവ്നെസ് ആണ്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. പക്ഷേ എന്താണ്, നമ്മളെ എക്സ്പെൻസ് കൂടുകയാണ്, കോസ്റ്റ് കൂടുമ്പോൾ നമ്മളെന്താ പ്രോഫിറ്റ് കുറയും. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് പോയാലേ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്സ് നീഡ്സ് ടു ബി ബാലൻസ്, രണ്ടും ഈക്വലൈസ് ചെയ്ത് പോകണം, തുല്യ രീതിയിൽ ഒരേ ലെവലിൽ പോകണം എന്ന് പറയും. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഹാസ് ടു അച്ചീവ് ദ ഗോൾസ് അല്ലെ. മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ലക്ഷ്യത്തിലേക്ക് എത്തണം, ലക്ഷ്യം നേടിയിരിക്കണം. അതാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആണ്. നമ്മൾ എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം നമ്മൾ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ആ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എഫക്റ്റീവ്നെസ്. അപ്പോൾ നമുക്കത് 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എഫക്റ്റീവ് അല്ല എന്നർത്ഥം. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ ദാറ്റ് മാനേജ്മെന്റ് ഈസ് നോട്ട് എഫക്റ്റീവ്. അപ്പോൾ നമ്മൾ ഫലപ്രദമാണെന്ന് പറയുന്നെങ്കിൽ എന്താണ്, നമ്മൾ ലക്ഷ്യം നേടിയിരിക്കണം. അപ്പോൾ ലക്ഷ്യം നേടുന്നെങ്കിൽ മാത്രമേ മാനേജ്മെന്റ് എന്താണെന്ന് പറ്റും, എഫക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മാനേജ്മെന്റ് അതായത് ഇപ്പോൾ എഫക്റ്റീവ്നെസ് ഈസ് റിലേറ്റഡ് വിത്ത് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിത്ത് മിനിമം റിസോഴ്സ് ആസ് പോസിബിൾ, അത് നമ്മൾ എഫിഷ്യൻസി തന്നെ, കുറഞ്ഞ ചിലവിൽ അല്ലേ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്താണ്, കുറഞ്ഞ ചിലവിലായിരിക്കണം. അപ്പോൾ രണ്ടും റിലേറ്റഡ് ആണ്, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. അപ്പോൾ എഫക്റ്റീവ്നെസ്സും വേണം, എഫിഷ്യൻസിയും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല മാനേജ്മെന്റ് പറയുന്നത് എന്താണ്, അവിടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, നമ്മുടെ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് നമുക്ക് എന്താ പറയാം, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു മാനേജ്മെന്റ് എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആകണമെങ്കിൽ എന്താണ്, അച്ചീവ് ദ ഗോൾ വിത്ത് മിനിമം കോസ്റ്റ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് മാനേജ്മെന്റ് ഈസ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. നോക്കാം നമ്മൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പോൾ മാനേജ്മെന്റിന്റെ പ്രോസസ് അല്ലേ, മാനേജ്മെന്റ് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാ ആക്ടിവിറ്റീസിനും എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കും അല്ലേ, അതാണ് നമ്മൾ എന്ത്
ഒരു ബിസിനസ്സിന്റെ എന്താ പറയുക ഒബ്ജക്റ്റീവ് അല്ലെ, ലക്ഷ്യം അല്ലേ. അപ്പോൾ ലക്ഷ്യം ഒബ്ജക്റ്റീവ് എന്താണ്? 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യുക അല്ലേ. അപ്പോൾ 1,00,000 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എത്ര റോ മെറ്റീരിയൽസ് വേണം, എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യണം അല്ലേ, എത്ര എക്സ്പെൻസ് വരും, അതിന് എത്ര ഫണ്ട് വേണം, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ the objectives of the organization അല്ലേ. അപ്പോൾ അങ്ങനെ we can say that one of the characteristics of management is goal oriented process. എന്താണ് ഗോൾ ഓറിയന്റഡ് അല്ലേ, നമ്മുടെ എന്താണ് ലക്ഷ്യോന്മുഖമായ പ്രവർത്തനമാണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യോന്മുഖ പ്രവർത്തനമാണ്, ലക്ഷ്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്, വാട്ട് ഈസ് ദ ഗോൾ? ആ ഗോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അച്ചീവിങ് ദ പ്രോഡക്റ്റ് 1 lakh അല്ലേ, 1 lakh പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ ഗോൾ. അപ്പോൾ റിസോഴ്സ് ഫോർ എക്സിസ്റ്റൻസ് അല്ലേ, റീസൺസ് ഫോർ എക്സിസ്റ്റൻസ്, നമ്മൾ നിലനിൽപ്പിനുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ സിമ്പിൾ ആൻഡ് ക്ലിയർലി സ്റ്റേറ്റഡ്, ക്ലിയർ ആയിരുന്നു എന്താണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് നിലനിൽക്കാനുള്ള കാരണം എന്താണ്, നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് ബാക്കി എല്ലാ പ്രവൃത്തികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതനുസരിച്ചാണ് ഓർഗനൈസ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് ഡയറക്ഷൻസ് കൊടുക്കുന്നത്, അതനുസരിച്ചാണ് കൺട്രോളിങ് ഒക്കെ വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. എന്താണ് മാനേജ്മെന്റ്? ലക്ഷ്യോന്മുഖ പ്രവർത്തനമാണ്. അപ്പോൾ അവിടെ നമ്മൾ സിമ്പിളാണ്, ക്ലിയർ ആയിട്ട് പറയുന്നത്, വളരെ ലളിതമായും വ്യക്തമായും പറയുന്നത് എന്താണ് ഗോൾ അല്ലേ. നമ്മൾ ആ ലക്ഷ്യം എന്താണ്, ബിസിനസിന്റെ ലക്ഷ്യം, നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും പ്ലാൻ വരുന്നത്. മാനേജ്മെന്റിന്റെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്താണ്, ഗോളിനെ ബേസ് ചെയ്താണ്. എന്താണത് വരുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കുക? ഏറ്റവും മേലെ മാത്രമാണോ മാനേജ്മെന്റ്? ഏറ്റവും താഴെ മാത്രമാണോ? ടോട്ടൽ അല്ലേ. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് ഈസ് എവരിവെയർ അല്ലെ. ഒരു ഓർഗനൈസേഷൻ എല്ലാ ഭാഗത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും മാനേജ്മെന്റ് ഉണ്ടാവും. അപ്പം നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ഈസ് pervasive. Management is all pervasive. Pervasive means activities involved in managing an enterprise are common to all organization. അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ പ്രവൃത്തികൾ എല്ലാ ഓർഗനൈസേഷനും ബാധകം. നേരത്തെ നമ്മൾ പറഞ്ഞത് ബിഗ് ഓർഗനൈസേഷൻ ആയാലും സ്മോൾ ഓർഗനൈസേഷൻ ആയാലും ഇനി പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും സർവീസ് മേഖലയായാലും അതിൽ പ്രൊഡക്ഷൻ മേഖലയായാലും എല്ലാവരും ഉണ്ടാവും മാനേജ്മെന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ മാനേജ്മെന്റ് നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ലെവൽ പേഴ്സൺസ് ഉണ്ടാവും അല്ലേ. ഏറ്റവും മുകളിൽ നിൽക്കുന്ന മാനേജിങ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, അപ്പോൾ അവരും അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. താഴെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, അവർക്കും അവരുടേതായ മാനേജിങ് പ്രോസസ്സ് ഉണ്ടാവും. ഇനി ഏറ്റവും താഴെ എംപ്ലോയീസ് എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസും അവർക്കും അവരുടേതായ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. കാരണം ഒരു എംപ്ലോയി നമ്മൾ വർക്ക് ഏൽപ്പിച്ചു, അപ്പോൾ അയാൾ ഒരു വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, ആ വർക്ക് അയാൾ വൈകുന്നേരം ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ അയാളും ചില മാനേജ് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അയാളുടെ പ്രവൃത്തിമായ കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യണം, മാനേജ്. അപ്പോൾ നമുക്ക് എന്താണ് മാനേജ്മെന്റ് ഈസ് ഓൾ ഓവർ ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻ്റെ എല്ലാ ഭാഗത്തും മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് എല്ലാ ഓർഗനൈസേഷനും മാനേജ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ മാനേജ്മെന്റ് സർവ്വവ്യാപിയാണ്. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്. അപ്പോൾ മാനേജ്മെന്റ് ഒരു സർവ്വവ്യാപിയാണെന്ന് നമുക്ക് പറയാം അല്ല. എല്ലാ മേഖലകളിലും കാണാൻ പറ്റും, മാനേജ്മെന്റ് കാണാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരുന്നുണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓർഗനൈസേഷനും മാനേജ്മെന്റ് ഉണ്ടാവും. ഇനി ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ലെവൽസിലും എന്തുണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് ലെവലിലും മാനേജ്മെന്റ് ഉണ്ടാവും, മിഡിൽ ലെവലും ഉണ്ടാവും, ലോവർ ലെവലും ഉണ്ടാവും. ഏറ്റവും താഴെക്കടയിലുള്ള എംപ്ലോയി മുതൽ ഏറ്റവും ടോപ്പിലുള്ള മാനേജിങ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് വരെയുള്ള ആളുകൾ അവരുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ ഓരോ എംപ്ലോയി നമ്മൾ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, ഓരോ വർക്കും കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പോകും. അപ്പോൾ അതും അവിടെ നമുക്ക് എന്താ പറയുക, ദർ ഈസ് എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളിലും മാനേജ്മെന്റ് സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്. മാനേജ്മെന്റ് എന്താണ്, സർവ്വവ്യാപിയാണ്.
ഈ നോക്കുക, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാനേജ്മെന്റ് ഒരു സിംഗിൾ പ്രോസസ് അല്ല, ഇറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്. പല ഡയമെൻഷൻ, പല എന്താണ് രീതിയിലുള്ള വർക്കുകൾ, 3 മെയിൻ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 മേഖലകളാണ് പറയുന്നത് മാനേജ്മെന്റ്. ഒന്ന് മാനേജ്മെന്റ് ഓഫ് വർക്ക്. എന്താ മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് ഓഫ് വർക്ക് മീൻസ് ഓൾ ഓർഗനൈസേഷൻസ് എക്സിസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് സം വർക്ക്. അല്ലെ, നമ്മൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ പറയുമ്പോൾ അവിടെ കാര്യമായിട്ട് ചില വർക്കുകൾ നടക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ എന്താണ് മെയിൻ വർക്ക്? പ്രൊഡക്ഷൻ ആണ്. അല്ലെ, അപ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുന്ന വർക്കുകളാണ് അവിടെ വരുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു ട്രേഡിംഗ് കൺസേൺ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അവിടെ നടക്കുക. അല്ലെ, അപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ്, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും there will be some type of work. ഇപ്പോൾ നമ്മളൊരു സർവീസ് സെക്ടർ എടുക്കുകയാണെങ്കിൽ ബാങ്ക്, അപ്പോൾ ബാങ്കിൻ്റെ വർക്ക് നമുക്കറിയാം. അല്ലെ, അവിടെ എന്താണ് ആളുകൾക്ക് ലോൺ കൊടുക്കണം. അല്ലെ, ആളുകൾ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുക, പ്രധാനപ്പെട്ട വർക്കാണ്. അപ്പോൾ പണവുമായിട്ട് ഇടപാടുക, പണം ഇടപാടുകൾ നമ്മൾ നടക്കുന്ന ഒരു വർക്ക്. അല്ലെ, അപ്പോൾ നമ്മൾ ഇൻഷുറൻസ്, ഇപ്പോൾ അവിടെ ആളെ എന്താണ് റിസ്ക് നമ്മൾ കവർ ചെയ്യുക, അപ്പോൾ റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നൊരു വർക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും there may be some type of work, ചില പ്രവൃത്തികൾ അവിടെ കാണാം. അപ്പോൾ ഈ വർക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയമെൻഷൻ, ഒരു ഏരിയ എന്ന് പറയുന്നത് മാനേജ്മെന്റ്. ഒരു ഏരിയ മാനേജ്മെന്റ് ഓഫ് വർക്ക്. അപ്പോൾ ആ ഓർഗനൈസേഷൻ നടക്കുന്ന വർക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വരുന്നത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ദ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ പറയുമ്പോൾ നോക്കുക, ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ആസ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡൈവേഴ്സ് നീഡ്സ് ആൻഡ് ബിഹേവിയർ. നമ്മളിപ്പം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറഞ്ഞത് അവിടെ എന്താണ് വിവിധ രീതിയിലുള്ള ആളുകൾ, പല രീതിയിലുള്ള പല സ്വഭാവമുള്ള ആളുകളായിരിക്കും, പല ആവശ്യങ്ങളായിരിക്കും. അല്ല, ഒരാൾക്കും വ്യക്തിപരമായി പല ആവശ്യങ്ങളുണ്ടാവും. ഒരു ഇൻഡിവിജ്വൽസും അയാളുടേതായ കാഴ്ചപ്പാടുകളുണ്ടാവും. ഒരാളുടെ സ്വഭാവം പോലെ ആയിരിക്കും മറ്റൊരാളുടെ സ്വഭാവം. അല്ലെ, ഇപ്പം 100 ആൾ വർക്ക് ചെയ്യുന്നത് 100 സ്വഭാവമായിരിക്കും. അപ്പോൾ ഇവരൊക്കെ നമ്മൾ എന്താണ് ഡീൽ ചെയ്യണം, മാനേജർ. അല്ലേ, അപ്പോൾ അത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഈ ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസിന്റെ ലക്ഷ്യത്തിന് വേണ്ടി നയിക്കണം. അതാണ് നമ്മൾ എന്താണ് ഗൈഡിങ് ദ വർക്ക് ഓഫ് പീപ്പിൾ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഗോൾ. നേരത്തെ പറഞ്ഞു. അപ്പോൾ വിവിധ സ്വഭാവമുള്ള ആളുകളായിരിക്കും, വിവിധ ആവശ്യങ്ങളുള്ള ആളുകളായിരിക്കും. ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റ് മറ്റൊരു വർക്കാണ്, മറ്റൊരു ഡയമെൻഷനാണ്, മറ്റൊരു ഏരിയയാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ഒന്ന് മാനേജ്മെന്റ് ഓഫ് വർക്ക്, 2 മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ഇപ്പം എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെ, ഒരാൾക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ഉണ്ടാവും, ബിസിനസ്സിന് പൊതുവായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. അല്ല, ഓരോ വ്യക്തികളും ജോലിക്ക് വരുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ല, അവർക്ക് അവരുടെ ജീവിത ഒരു ഇതിന് വേണ്ടി, ലൈവ്ലിഹുഡിന് വേണ്ടിയാണ് അവർ ജോലിക്ക് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ എന്താണ് അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകളും ചില ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്തിട്ട് ഈ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ബിസിനസിന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൈവേഴ്സ് നീഡ്സ് ആണ്, അതുപോലെ ഡൈവേഴ്സ് ബിഹേവിയർ ആണ്. വ്യത്യസ്തമായ ആവശ്യങ്ങളും വ്യത്യസ്തമായ സ്വഭാവങ്ങളുമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓർഗനൈസേഷന്റെ പൊതുവായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്, ഓർഗനൈസേഷൻസ് ഹാവ് സം ബേസിക് പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു പ്രൊവൈഡ് ഇൻ ഓർഡർ ടു സർവൈവ്. നമ്മൾ എന്താണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു സർവീസ്, നമ്മളിപ്പോൾ ബിസിനസ് എന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ആണ്. ഇപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങി വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുക പൊതുവെ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചില അടിസ്ഥാനപരമായ ഉൽപ്പന്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണോ, അതുപോലെ ഏത് സർവീസ് സേവനങ്ങളാണോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രവൃത്തികളെ മാനേജ് ചെയ്യുക എന്നുള്ള മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അത് നമ്മൾ മാനേജ് ചെയ്യാം. അത് കൃത്യമായി എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കണം. അല്ലേ, സമയബന്ധിതമായിരിക്കണം, കുറഞ്ഞ ചെലവിൽ നടക്കണം. അപ്പോൾ അത് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇപ്പോൾ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള
സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സമയബന്ധിതമായി നടക്കണം. ഇത് കുറഞ്ഞ ചെലവിൽ സേവനങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ മാനേജ്മെന്റ് 3 ഡയമെൻഷനാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. മാനേജ്മെന്റ് ഈസ് എ മൾട്ടി ഡയമെൻഷൻ. അല്ലെ, വിവിധ എന്താണ് മേഖലകൾ മാനേജ്മെന്റുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് 3 ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ഒന്ന് മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു പ്രോസസ് ആണോ, അല്ലെ ഒരു മാസത്തേക്കുള്ള പ്രോസസ് ആണോ, അല്ലെ ഒരു കൊല്ലത്തേക്കുള്ള പ്രോസസ് ആണോ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അല്ലെ, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷത മാനേജ്മെന്റ് എന്താണ്? ഒരു തുടർ പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഈസ് എ സീരീസ് ഓഫ് കണ്ടിന്യൂസ് കോമ്പോസിറ്റ് ബട്ട് സെപ്പറേറ്റ് ഫങ്ഷൻസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് അല്ലെ കൺട്രോളിങ്. അപ്പോൾ ഇത് നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ വർഷം നമ്മൾ പ്ലാൻ ചെയ്യണം, അല്ലെ ഓരോ വർഷത്തെ പ്രവൃത്തികളും പ്ലാൻ ചെയ്യണം. ഓരോ വർഷത്തെ പ്രവൃത്തികളും എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ഓരോ വർഷം നമുക്ക് ആവശ്യമായ സ്റ്റാഫിന് ആവശ്യമായ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കണം, അല്ലെ പ്രവൃത്തികൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര കാലം ബിസിനസ് ഉണ്ടോ അത്രയും കാലം എന്തുണ്ടാവും? മാനേജ്മെന്റ് പ്രോസസ്സും ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. തുടർ പ്രവൃത്തിയാണ് മാനേജ്മെന്റ് എന്നുള്ളത്. തുടർ പ്രവൃത്തിയാണ്. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ് അല്ല. അല്ലെ, ഒരിക്കൽ നമ്മൾ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല മാനേജ്മെന്റ്. എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയും ബിസിനസ് ഈസ് എ ഗോയിങ് കൺസേൺ പഠിച്ചിട്ടുണ്ട്. അല്ലെ, ബിസിനസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ബിസിനസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റും നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു തുടർ പ്രവൃത്തിയാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും എത്ര കാലം ബിസിനസ് നിലനിൽക്കുന്നു അത്രയും കാലം ഈ മാനേജ്മെന്റും അവിടെ ഉണ്ടാവും. അല്ലെ, നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എപ്പോഴൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ ആ സമയത്തൊക്കെ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? മാനേജ്മെന്റ് കാണാം. സോ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് വൺ. ഒരു എന്താണ് സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല മാനേജ്മെന്റ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പോൾ അത് എത്ര കാലം നിലനിൽക്കും, എത്ര കാലം സ്ഥാപനം നിലനിൽക്കുന്നോ അത്രയും കാലം അവിടെ ഉണ്ടാവും മാനേജ്മെന്റിന്റെ എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഒരു തുടർ പ്രവൃത്തിയാണ്. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വർക്കാണോ മാനേജ്മെന്റ്? അല്ല, എന്താ വെച്ചാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അല്ല, നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. എന്താണ്? ഒരു ഗ്രൂപ്പ് പ്രവർത്തനം. അല്ലെ, ഒരു കൂട്ടമായ പ്രവർത്തനം, കൂട്ടായി നടത്തുന്ന ഒരു വർക്കാണ് ഇത് മാനേജ്മെന്റ്. അപ്പോൾ എവരി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഹാസ് എ ഡിഫറെന്റ് പർപ്പസ്, ബട്ട് ആസ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ they work towards fulfilling the common organizational goal. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ജോലിക്ക് വരുന്നത് നമ്മുടേതായ ആവശ്യങ്ങൾ, അല്ലെ നമ്മുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും എന്താണ് നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ഈ ഓർഗനൈസേഷനിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എന്ത് ചെയ്യണം? ബിസിനസിന്റെ അല്ലെ ഓർഗനൈസേഷന്റെ പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടേതായ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ആ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ ഒരു ഓർഗനൈസേഷന്റെ ഭാഗം എന്ന നിലയിൽ എന്താണ് ആ ഓർഗനൈസേഷന്റെ പൊതുവായ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റുന്നതിന് വേണ്ടിയായിരുന്നു നമ്മുടെ വർക്ക്. അപ്പം നമുക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ എന്താണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗം, അല്ലെ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയി എന്താണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്, ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ കൂട്ടായ്മയുടെ പൊതുവായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയായിരുന്നു അവരുടെ വർക്ക്. അതാണ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇപ്പം എല്ലാ ആളുകളും കൂടി ചേർന്നുള്ള ഒരു വർക്കാണ് മാനേജ്മെന്റ്. അപ്പോൾ അല്ലാതെ ടോപ്പിൽ ഇപ്പം ഏറ്റവും മാനേജിംഗ് ഡയറക്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പം മാനേജിംഗ് ഡയറക്ടർക്ക് വർക്കുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന് വർക്കുണ്ട്, എംപ്ലോയീസിന് വർക്കുണ്ട്. എല്ലാവരുടെയും കൂട്ടമായ ഒരു വർക്കിനെ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരു പ്രത്യേകം ആളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, മാനേജ്മെന്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു കൂട്ടായ്മയായ പ്രവൃത്തിയാണ്. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. Dynamic changing. An organization must change itself
and its goal according to the needs of the environment. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്ത് അല്ലെ ഒരു ബിസിനസ് സ്ഥാപനം വർക്ക് ചെയ്യുന്ന എവിടെയാണ് സൊസൈറ്റി അല്ലേ. ഇപ്പോൾ സൊസൈറ്റിയിൽ ചില മാറ്റങ്ങൾ വരാം, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് മാറ്റം വരാം. അപ്പോൾ അങ്ങനെ മാറ്റം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്, അവർ വർക്ക്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആവശ്യമായ മാറ്റം എവിടെ നടത്തേണ്ടി വരും, മാനേജ്മെന്റും നടത്തേണ്ടി വരും. അത് മാനേജ്മെന്റ് ഈസ് ഡൈനാമിക് ചേഞ്ചിങ്. അപ്പൊ എന്താണ്, ഒരേ രീതിയിൽ നമുക്ക് എന്താ പറ്റില്ല, എപ്പോഴും കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പൊ എൻവയോൺമെന്റ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മളെ എന്താണ് ജീവിത രീതിയിൽ മാറ്റം വന്നു അല്ലേ. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തിയിൽ മാറ്റം വന്നു. പിന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗണും ഒക്കെ വരുന്ന സമയത്താണ് പലപ്പോഴും പല സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കേണ്ടി വരും. അപ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അവരുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തണം, അവരെ പിന്നെ എന്താണ് ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തേണ്ടി വരും, അവരുടെ പോളിസീസിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷണൽ. അപ്പോൾ എപ്പോഴും നമുക്കറിയാം എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ചിങ് ആണ് അല്ലേ. നമ്മുടെ മാർക്കറ്റ് എപ്പോഴും ചേഞ്ചിങ് ആണ്. കസ്റ്റമേഴ്സിന് ടേസ്റ്റ് മാറാം, അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് മാറാം, പല പുതിയ പുതിയ നിയമങ്ങൾ വരാം. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മാനേജ്മെന്റും അവരുടെ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിലും അതുപോലെ അവരുടെ പോളിസീസിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും, നിലനിൽപ്പുണ്ടാവും. അപ്പോൾ നോക്കുക, an organization must change itself and its goal according to the needs of the environment. അപ്പോൾ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും, മാനേജ്മെന്റ് അതിന്റെ തീരുമാനങ്ങളും അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തികളിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരുന്നതാണ്. അപ്പൊ എപ്പോഴും ഡൈനാമിക് ആയിരിക്കണം. നമ്മൾ ഒരു രീതി തന്നെ എപ്പോഴും പിന്തുടരാൻ പറ്റില്ല. അപ്പൊ അതിനെ പിന്തുടർന്നാൽ എന്ത് ചെയ്യും, അവർ ആ മാർക്കറ്റിന് ഔട്ട് ആവും. അപ്പൊ അതിനിപ്പോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയ എന്നുള്ള ഫോൺ നമുക്ക് കാണാൻ പറ്റും. നോക്കിയ ഫോൺ ഇപ്പൊ എന്താണ്, ഈ ആൻഡ്രോയിഡ് ഫോൺ വന്നപ്പോൾ നോക്കിയ ഫോൺ അവർ ചേഞ്ച് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം അറിയാലോ, ആദ്യ കാലത്തൊക്കെ നോക്കിയ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർക്കറ്റിൽ. അപ്പൊ അവർ അത് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചില്ല, അല്ലെ അവരെന്ത് ചെയ്യാം, അവരുടെ പോളിസികളോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് തീരുമാനങ്ങളോ മാറ്റാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് എന്തായി, ആളുകൾ ആ ഫോൺ ഉപേക്ഷിച്ച് മറ്റു ബ്രാൻഡുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷണൽ. എപ്പോഴും ചേഞ്ചിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അപ്പൊ ചേഞ്ചിനനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ എവിടെ വരും, മാനേജ്മെന്റ് ഫങ്ഷൻസിലും പോളിസീസിലും പ്ലാനിങ്ങിലും ഒക്കെ മാറ്റം വരുത്തി വരും. സോ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെന്റ് എന്താണ്, ഒരു ചേഞ്ചിങ് ഫങ്ഷൻ ആണെന്ന് പറയാം. എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മാനേജ്മെന്റ്. ഇന്നത്തെ ക്ലാസ്സിൽ മാനേജ്മെന്റ് എന്താണെന്നും അതിന്റെ സവിശേഷതകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന പരിപാടികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.